Stars on Air. Stars on Air. The Celebrity Talk Show. With RJ Tushara. മലയാളി ഓഡിയൻസും ആൻഡ് ജനറൽ ഫിലിം ലവേഴ്സും ഒക്കെ ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഫാനാണ്, ഇൻക്ലൂഡിങ് മീ. ആം എ ബിഗ് ഫാൻ ഓഫ് യോഴ്സ്. കാരണം ഒരു കഥയെ ഇത്ര ഇൻട്രീഗിങ് ആയിട്ട് എഴുതാനും അതിനുശേഷം അതിലും ഇൻട്രീഗിങ് ആയിട്ട് അത് ഷൂട്ട് ചെയ്യാനും ഇസ് നോട്ട് ആൻ ഈസി ടാസ്ക്. ബട്ട് ദിസ് മാൻ ക്യാൻ ഡു ഇറ്റ് ബോത്ത്. സ്ക്രിപ്റ്റ് റൈറ്റർ ആൻഡ് DOP ബാഹുൽ രമേശ് ആണ് ഇന്ന് നമ്മുടെ കൂടെ സ്റ്റാർസ് ഓൺ എയറിൽ റേഡിയോ മലയാളം 98.6 എത്തിയിരിക്കുന്നത്. വെൽക്കം. താങ്ക് യു സോ മച്ച്. ശരിക്കും ഈ ഒരു സിനിമ എക്കോ നല്ല പ്രൊണൗൺസ് ചെയ്യുന്നത്, ബിക്കോസ് ഐ ഹേർഡ് 2 ഡിഫറെന്റ് പ്രൊണൗൺസിയേഷൻസ്. ഈക്കോന്നും കേട്ടു, എക്കോന്നും കേട്ടു. സോ ഐ വോണ്ട് ടു ക്ലാരിഫൈ. എക്കോ ആണ്. എക്കോയ്ക്ക് ഭയങ്കര മാരകമായിട്ടുള്ള റെസ്പോൺസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും ഇത് ഷൂട്ട് ചെയ്യുമ്പോഴും ഇത്ര ഒരു റെസ്പോൺസ് പ്രതീക്ഷിച്ചിരുന്നോ ബാഹുൽ? ഇല്ല ഇത് സർപ്രൈസ് ആണ്. ഇത്രയ്ക്കുണ്ട് പ്രതീക്ഷിച്ചില്ല. ആഗ്രഹിച്ചത് ആക്ച്വലി ആളുകള് ഇവരെന്തോ സിൻസിയർ ആയിട്ട് എന്തോ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഉപദ്രവിക്കേണ്ട, ഒന്ന് പ്രോത്സാഹിപ്പിച്ചു വിട്ടേക്കാം. അങ്ങനെ ഒന്ന് ജനറസ് ആയിട്ട് എന്തോ പുതിയതായിട്ട് ട്രൈ ചെയ്യാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഒന്ന് ജനറസ് ആയിട്ട് പ്രോത്സാഹിപ്പിക്കാം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത് ഒരിക്കലും ആഗ്രഹിക്കാത്ത സന്തോഷങ്ങളാണ് ഇപ്പൊ വരുന്നത്. കുട്ടിമാമ ഞാൻ ഞെട്ടി മാമ. സത്യം 100 ടൈംസ് ഞെട്ടി. ഈ ഒരു സിനിമയുടെ ടൈറ്റിലിനെ കുറിച്ച് തന്നെ ചോദിക്കട്ടെ. ഐ തിങ്ക് ഇതിന് മുൻപ് ചെയ്തിട്ടുള്ള കിഷ്കിന്ദ കാണ്ഡമാണെങ്കിലും ഐ തിങ്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് വാസ് അബൌട്ട് ദ ടൈറ്റിൽ. അതുപോലെ തന്നെയാണ് എക്കോ എന്ന് പറയുന്ന ടൈറ്റിലും നമ്മളിങ്ങനെ എന്നാലും എന്താണ് ഈ ടൈറ്റിൽ ഉദ്ദേശിച്ചത്, ഇതിന്റെ അർത്ഥം എന്താണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു പലരും ചോദിച്ചിട്ടുണ്ടാവും. സോ കുഡ് യു എക്സ്പ്ലെയിൻ ദാറ്റ്? എന്താണ് എക്കോ എന്ന് പറയുന്ന ഈ ഒരു വാക്കിന്റെ അർത്ഥം? പ്രതിധ്വനി എന്നുള്ളത് തന്നെയാണ് ഫണ്ടമെന്റലി. ECHO. അപ്പൊ അത് നമ്മുടെ കഥയ്ക്ക് അത് ആപ്റ്റും ആണ്. പ്രതിധ്വനിക്ക് ടു ഹിയർ ബാക്ക് വാട്ട് യു സേ എന്നുള്ളതിന്റെ ഒപ്പം തന്നെ ടു ഗെറ്റ് ബാക്ക് വാട്ട് യു ഗേവ് എന്ന് പറയുന്നൊരു കൊടുത്ത് തിരിച്ചു കിട്ടുക എന്നുള്ളൊരു അർത്ഥം കൂടെ ഉണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ അത് വർക്കാണ്. പിന്നെ അതിപ്പോ നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോ ഈ എക്കോയുടെ ഇത് ഹൗ ഇറ്റ്സ് പ്രൊണൗൺസ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുമല്ലോ. അപ്പൊ അതിലാണ് EKO എന്ന് പറയുന്ന സ്പെല്ലിംഗ്, ഈ ഓയുടെ മേലെ ഈ ഒരു ലൈനും കാണുന്നത്. അപ്പൊ ആക്ച്വലി ആ ഓയുടെ മേലിൽ ആ ലൈനിലാണ് വീണ് പോയത്. അപ്പൊ അതൊരു ക്യാച്ചി ആ ഒരു ടൈപ്പോഗ്രഫി വൈസ് അതൊന്ന് ക്യാച്ചി ആയിരിക്കും. പിന്നെ ECHO കൊടുത്തു കഴിഞ്ഞാൽ അത് ടു ഇംഗ്ലീഷ് ആയിരിക്കും. അത് അത്രയ്ക്ക് അതിനൊരു USP ഇല്ല. ഈ EKO എന്നുള്ളത് ഈ ഒരു ക്യൂരിയോസിറ്റി ഇൻഡ്യൂസ് ചെയ്യാൻ ചിലപ്പോ ട്രിഗർ ചെയ്യാൻ ഹെൽപ്പ് ആയിരിക്കും. ഇത് എന്താണിത്, ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഹൗ അറ്റ്ലീസ്റ്റ് ഇത് എങ്ങനെ പ്രൊണൗൺസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആവാം, അല്ലെങ്കിൽ എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആവാം, അല്ലെങ്കിൽ അത് അങ്ങനെ പുറത്തൊരാളെ കാണുമ്പോൾ എടാ നിനക്ക് വല്ലതും മനസ്സിലായി അവരെന്താ ഉദ്ദേശിച്ചെന്നുള്ളത് മറ്റൊരാൾ ഏത് ഞാൻ കണ്ടില്ലല്ലോ, നീ മറ്റേ പോസ്റ്റർ കണ്ടില്ലേ എന്ന് പറയുമ്പോൾ ഒരാളിലേക്കും കൂടി ഇത് എത്തിയല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെറുതെ കാട് കയറി ചിന്തിച്ച് കുറച്ചും കൂടെ ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിയപ്പോ പല ഭാഷകളിലും ഈ EKO എന്ന് പറയുന്ന സ്പെല്ലിംഗ് അല്ലെങ്കിൽ എക്കോ എന്നുള്ള ടേമിൽ പല ഇന്തോനേഷ്യൻ, ജാപ്പനീസ്, സംസ്കൃതം, അല്ലെങ്കിൽ കുറച്ച് വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ചില വാക്കുകളൊക്കെ ഉണ്ട്, ചില അർത്ഥങ്ങൾ. അതും നമ്മുടെ ഏതെങ്കിലും ചില രീതിയിലൊക്കെ നമ്മുടെ കഥയിലെ ചില സിറ്റുവേഷൻസ് ആയിട്ട് ചില ക്യാരക്ടേഴ്സുമായിട്ടൊക്കെ കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആഡഡ് ബെനിഫിറ്റും കൂടെ അതിന് തോന്നി. പക്ഷെ ഫണ്ടമെന്റലി പ്രതിധ്വനി വാസ് പെർഫെക്റ്റ് എന്നുള്ള രീതിയിലാണ് ചൂസ് ചെയ്തത്. So this was the first title that you had in mind. വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു? അല്ലല്ല, ടൈറ്റിലൊക്കെ വെരി ലേറ്റസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. ഒരു ടൈറ്റിലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ടെന്റേറ്റീവ്ലി എനിക്ക് ഈ അൺടൈറ്റിൽഡ് എന്ന് പറഞ്ഞിട്ട് സ്ക്രിപ്റ്റിൽ എഴുതി വെക്കുന്നത് എപ്പോഴും ഒരു തൃപ്തിക്കുറവുണ്ട്. എന്തോ ഒരു ശരിയായിട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നൊരു ഫീല് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്തോ ഫോർ നെയിംസേക്ക് എന്തെങ്കിലും മണ്ടത്തരാണെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും വേണം എന്ന് തോന്നും. ഇപ്പൊ ക്യൂരിയസ് കേസ് ഓഫ് അപ്പുപിള്ള എന്നായിരുന്നു കിഷ്കിന്ദ വർക്കിംഗ് ടൈറ്റിൽ ടെന്റേറ്റീവ്ലി. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതില് ക്രോണിക്കിൾസ് ഓഫ് ക്യൂരിയസ് എന്നുള്ളതായിരുന്നു ടെന്റേറ്റീവ് ടൈറ്റിൽ. അപ്പൊ പിന്നീട് നമ്മള് ലേറ്റർ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിൽ അപ്പോൾ ഈ പോസ്റ്റർ അനൗൺസ് ചെയ്യേണ്ട ഒരു ഘട്ടം വരുമല്ലോ. റിലീസ് അടുത്തൊരു 2 monthsനുള്ളിൽ നമുക്ക് റിലീസ് ചെയ്യാൻ പോവാണ്, പോസ്റ്റർ അനൗൺസ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്ന സമയത്ത് നല്ല രീതിയിൽ ബ്രെയിൻ സ്റ്റോം ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇങ്ങനെ പല ടൈറ്റിൽസ് നമ്മുടെ ക്രൂവും ദിഞ്ചോട്ടനും റെസ്റ്റ് ഓഫ് ദ ക്രൂവും ADസും എല്ലാവരുമായിട്ട് നമ്മൾ ഇങ്ങനെ ഡിസ്കഷൻസ് ബ്രെയിൻ സ്റ്റോമിങ് നടന്നുകൊണ്ടേ ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് ലിസ്റ്റുകൾ പലരും സജസ്റ്റ് ചെയ്തു. അപ്പൊ അതിൽ ദിഞ്ചോട്ടൻ പെട്ടെന്ന് ഈ എക്കോ എന്നുള്ള വാക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോ എക്കോ രസമുണ്ട്, അർത്ഥം വൈസ് നമുക്ക് കഥയ്ക്ക് ആപ്റ്റ് ആയിരിക്കും എന്നുള്ളത് നോക്കിയിട്ട് അപ്പൊ തന്നെ ഗൂഗിൾ എടുത്ത് നോക്കിയപ്പോഴാണ് EKOയുടെ ഒരു കളർ കണ്ടത്. അപ്പൊ അത് കൊള്ളാം എന്നുള്ള രീതിയിൽ തോന്നി. നമ്മൾ 2-3 ദിവസം കൂടെ ബാക്കിയുള്ളവരുമായിട്ടൊക്കെ ക്രൂവിലുള്ള ബാക്കിയുള്ളവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പൊ എല്ലാവർക്കും കുഴപ്പമില്ല, മുന്നോട്ട് പോയി നോക്കാം എന്നുള്ള രീതിയിൽ എല്ലാവരും പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു. അങ്ങനെ അതിലേക്ക് എത്തി. അടിപൊളി. എക്കോ എന്ന സിനിമയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആൻഡ് DOP ആയിട്ടുള്ള ബാഹുൽ രമേശ് ആണ് ഇന്ന് നമ്മുടെ കൂടെ സ്റ്റാർസ് ഓൺ എയറിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. വിത്ത് മീ RJ തുഷാര.